ജയിലിലെ വേതനം വർദ്ധിപ്പിച്ചതിന്റെ ഡേറ്റയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി നാട്ടുകാർ പറയട്ടെ. സംസ്ഥാനത്തെ തടവുകാരുടെ ദിവസവേതനം ദിനം തോറും 620 രൂപയാക്കി ആഭ്യന്തര വകുപ്പ് ഉയർത്തിയ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രത്യേകിച്ചും വിവിധ മേഖലകളിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതന നിരക്ക് പോലും പാലിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വലിയ വർധനവ് തടവുകാരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവിധ പ്രതികരണങ്ങളാണ് വരുന്നത്. അത് കുറ്റവാളികളായ ആളുകൾക്ക് വേതനമാണ് കൂടുതൽ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നത്. അത് എങ്ങനെ ന്യായമാവുന്നത്? അതൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ശരിയല്ല. അതെനിക്ക് പറയാനുള്ളത്. ശരിയല്ല. അവർ കുറ്റവാളികളാണ്. അവർ സാധാരണ ആളുകൾക്കുള്ള ആശാവർക്കർമാർക്ക് ഇല്ലാത്ത ശമ്പളത്തിൽ കൂടുതൽ അവർക്ക് കൊടുക്കുന്നു. അത് ശരിയായ രീതിയല്ല. അത് തീർച്ചയായും ജയിലാണെന്ന് തോന്നിപ്പോയി. ജയിലിൽ പോയി കിടന്നാൽ മതി എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. തടവിൽ കിടക്കുന്നത് കുറ്റവാളികളാണ്. അപ്പോൾ കുറ്റവാളികൾക്ക് വേതനം കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് തന്നെ ഒരു നല്ലൊരു തീരുമാനമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും തടവിൽ കിടക്കുന്ന കുറ്റവാളികളെക്കാളും ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് മുന്നിൽ വരേണ്ടതും അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിലും അവരെക്കാട്ടിലും നിഷേധിച്ച് താഴെത്തട്ടിലേക്ക് ഞങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, സെക്യൂരിറ്റി സുരക്ഷാ ജീവനക്കാർ, അങ്ങനെ ഒരുപാട് മേഖലയിലെ ആൾക്കാരുണ്ട് സേവനം ചെയ്യുന്നവർ. ജോലിയോടൊപ്പം തന്നെ സേവനം എന്ന രീതിയിലും വർക്ക് ചെയ്യുന്ന ഒത്തിരി മേഖലയുണ്ട്. അവരെ എല്ലാവരെയും താഴ്ത്തിക്കൊണ്ടാണ് തടവ് പുള്ളികൾക്ക് വേതനം കൂട്ടിയേക്കുന്നത്. അതിനോട് നല്ലൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇങ്ങനൊരു വാർത്ത ശരിക്കും നിരാശയാണ് തോന്നുന്നത് ഇങ്ങനൊരു പ്രഖ്യാപനത്തിൽ. കാരണം ആശാവർക്കർമാർ നീണ്ട 8 മാസക്കാലം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ടും ശരിക്കും അവരെ താഴ്ത്തിക്കെട്ടുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരാശയുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിലൂടെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലും വേറെ തെറ്റായ രീതിയിലുള്ളൊരു മെസ്സേജും ചെന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും ആശമാർക്ക് നിരാശയാകുന്നൊരു കാര്യമാണ് ഈ ചെയ്തു വച്ചേക്കണത്. അപ്പോൾ ഇനിയും ഇപ്പോൾ ഈ പാവപ്പെട്ടവരാണെങ്കിലും ഓർക്കും ഇനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണവും ശമ്പളവും എല്ലാം കൂടുതൽ കിട്ടുന്ന ഒരിതാണ് ജയിലിൽ നിന്നുള്ളൊരിത് വരുന്നതാണ്. അപ്പോൾ തെറ്റായ ഇതിലോട്ട് പോവാൻ ഇതൊരു ഭയങ്കരമായൊരു പ്രചോദനമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ജോലി ചെയ്യുന്നവർക്ക് കൂലിയില്ല, കൊലപാതകം ചെയ്യുന്ന ആൾക്ക് വരുമാനം കൂടുതലെന്നുള്ള ഇതിലാണ്. അപ്പോൾ ആശമാർക്ക് ഭയങ്കര നിരാശയായ ഒരു സംഭവമാണ്. ഇത്ര നാളും സമരം ചെയ്തത് വെറുതെ ആയല്ലോ എന്നുള്ള ഒരിതാണ്. ഇപ്പോൾ ജയിൽ പുള്ളികൾക്ക് സാലറി കൂട്ടിയെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ആകെ 36 രൂപയാണ് കൂട്ടിയേക്കുന്നത്. ഇപ്പോൾ LCDCയുടെ സർവേയും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് ഞങ്ങൾ നടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങളെ സർക്കാർ കാണുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. സാധാരണയായി മറ്റു മേഖലയിലുള്ളവർ അവരുടെ വേതനത്തിൽ നിന്നുമാണ് ചികിത്സയ്ക്കായാലും ഭക്ഷണത്തിനായാലും പണം കണ്ടെത്തേണ്ടുന്ന സാഹചര്യമുള്ളത്. പക്ഷേ ജയിലിൽ ഇത് രണ്ടും ഫ്രീയുമാണ്. ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ആശങ്ക ഇതിലും ഭേദം ജയിലായിരിക്കും എന്നാണ്. ജയിലിലെ തടവ് പുള്ളികൾക്ക് ഇത്രയധികം വരുമാനം കൂട്ടുന്നതും മറ്റുള്ളവർ അതേ സമയത്ത് വരുമാനം ലഭിക്കാതെ അല്ലെങ്കിൽ അർഹമായ വേതനം ലഭിക്കാതെ കഷ്ടപ്പെടുന്നതും നല്ല സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നാണ്. അതുകൊണ്ട് എത്ര മനോഹരമായ തടവറയിൽ എന്തൊക്കെ സുഖസൗകര്യങ്ങൾ നൽകിയാലും എത്ര ഉയർന്ന വേതനങ്ങൾ നൽകിയാലും ജയിൽ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.